കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആദ്യ വായന പ്രഭാഷകൻ 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വചനങ്ങളാണ്. ഇടയ്ക്ക് ഒന്ന് വായിച്ച് അത് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട പല കാര്യങ്ങളും അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കറിയാം, ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് ശരീരം മാത്രമല്ല. അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് ദൈവം കണ്ണും കാതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. അതോടൊപ്പം മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊന്നാണ്, മൃഗങ്ങൾക്കില്ലാത്ത ഒന്നാണ് മനസ്സ്. ഈ മനസ്സ് എന്തിനു വേണ്ടിയാണ് എന്ന് ഇന്നത്തെ ആദ്യ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി, നന്മ തിരിച്ചറിയാൻ വേണ്ടി ദൈവം നമുക്ക് ഒരു മനസ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ശരീരം ഒന്ന് ആഗ്രഹിച്ചാലും മനസ്സ് ചിലപ്പോൾ അത് വേണ്ട എന്ന് പറയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയാണ് മനസ്സ്. നമ്മൾ കേട്ടല്ലോ, ഇപ്പോൾ വിഭൂതി തിരുനാൾ വരാൻ പോവുകയാണ്. അവിടെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട കാര്യമാണ്. മനുഷ്യന് ഏതാനും വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തീരുമാനിച്ചു. ഏതാനും വർഷങ്ങൾ. മണ്ണിൽ നിന്ന് രൂപപ്പെട്ടവനെ മണ്ണിലേക്ക് തന്നെ മടക്കും. വിഭൂതി തിരുനാളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം അതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവരായിട്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് പാപം ഒഴിവാക്കി ജീവിക്കാൻ പഠിക്കണം. അതിനാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇന്നത്തെ ആദ്യ വായനയിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, ദൈവം മനുഷ്യന് ഒരു ഹൃദയം കൊടുത്തു. മൃഗങ്ങൾക്കില്ലാത്ത ഒന്ന് ദൈവം മനുഷ്യന് കൊടുത്തു, ഒരു ഹൃദയം. എന്തിനു വേണ്ടിയാണ്? ജ്ഞാനമുള്ള ഹൃദയമാക്കി മാറ്റി, ജ്ഞാനമുള്ള ഹൃദയമുള്ളവർ പെരുമാറുന്നത് പോലെ പെരുമാറണം. സുഭാഷിതങ്ങളിലാണ് 23:15 എടുത്താൽ, സുഭാഷിതങ്ങൾ 23:15 പറയുന്നൊരു കാര്യം, ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ വീട് കണ്ടിട്ടാണോ? ഇവിടെ വാഹനത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണോ? ഒന്നുമല്ല. ഇവിടെ മക്കളെ എങ്ങനെ കെട്ടിച്ചു വിടാൻ പറ്റി, എത്ര പ്രതാപത്തോടെ അവരുടെ വിവാഹം നടത്താൻ പറ്റി, ഇതുവല്ലോ കണ്ടിട്ടാണോ? ഒന്നുമല്ലെന്ന്. ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാണെങ്കിൽ അത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കും. പറയുണ്ട്, ഒരു ഹൃദയം നമുക്കുണ്ട്, അത് നമ്മൾ ജ്ഞാനമുള്ളതാക്കി മാറ്റണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമുക്കൊരു ഹൃദയമുണ്ടല്ലോ. ഹൃദയം എന്തിനു വേണ്ടിയാണ്? ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരെയാണ്. കുടുംബാംഗങ്ങളെ സ്നേഹിച്ചിട്ടാണ് പുറത്തോട്ട് സ്നേഹവുമായിട്ട് നമ്മൾ ഇറങ്ങേണ്ടത്. കുടുംബത്തിലുള്ളവരോട് നല്ല സൗമ്യമായിട്ട് സംസാരിച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു പേരും പ്രശസ്തിക്കൊക്കെ പോകേണ്ടത്. കുടുംബാംഗങ്ങൾ അവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസികൾ എന്നുള്ളത് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദൈവത്തിന് നമ്മോടുള്ളത് ഒരു ഉടമ്പടിയുടെ
സ്നേഹവും ബന്ധവുമാണ്. ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വസ്തതയാണ്. വിശ്വസ്തത. നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും അവിശ്വസ്തത ഒരിക്കലും വരില്ല. ജെറമിയ 31:3 വചനം പഠിപ്പിക്കുന്നത് അതാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. കർത്താവ് പറയാണ്, നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. അനന്തമായ സ്നേഹം, അനന്തമായിട്ടുള്ള വിശ്വസ്തത, അതാണ് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം. ഉടമ്പടിക്ക് എന്തെങ്കിലും ഭംഗം വന്നിട്ടുണ്ടോ, നമ്മൾ മാത്രമാണ് ഇത് ഉത്തരവാദികൾ. ദൈവത്തെ പഴിച്ചിട്ടൊന്നും കാര്യമില്ല. ചിലർ അവരുടമ്പടി ലംഘിക്കും, എന്നിട്ട് ദൈവത്തിൻ്റെ നേരെ മെക്കിട്ട് കയറുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തോ അറ്റവും മുറിയും പ്രാർത്ഥനയൊക്കെ നടത്തിയതിൻ്റെ പേരിൽ നമുക്ക് ഒരു രോഗം വരാൻ പാടില്ല, ഒരു നഷ്ടവും വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവത്തെ ചോദ്യം ചെയ്തു പോകുന്ന ആ ഒരവസ്ഥ. നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1 തീമോത്തി 2 അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 13 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അവിശ്വസ്തത കാണിച്ചാലും ദൈവം വിശ്വസ്തത തുടരും. കാരണം അവനെ തന്നെ വഞ്ചിക്കാൻ പറ്റില്ല. നമ്മൾ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാലും ഈ ഉടമ്പടിക്ക് ഭംഗം വരുത്തിയാലും ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്നൊരു ദൈവമല്ല. ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ, ഈ ദൈവത്തെ അനുഭവിച്ച് മാനിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ജീവിത പങ്കാളിയോട് ഒരു അവിശ്വസ്തത കാണിക്കാൻ പറ്റുമോ? കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളോട് ഒരു അവിശ്വസ്തത കാണിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല എന്ന്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിലെത്തണം. എത്താനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിലെത്തണം. ശിശുക്കളെപ്പോലും അവർ കൊണ്ടുവന്നു കർത്താവ് തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി. ശിശുക്കൾക്ക് പോലും ആ അനുഗ്രഹം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ അഡൾട്ട്സ് ആയിട്ടുള്ള നമ്മുടെ കാര്യവും നമ്മൾ ദൈവത്തിലെത്തിയാലേ പറ്റുള്ളൂ. ദൈവത്തിലെത്തിയാലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകത്തുള്ളൂ. അവൻ്റെ പക്കലെത്തിയ കുഷ്ഠരോഗിയുടെ പ്രശ്നം തീർന്നു. അവൻ്റെ പക്കലെത്തിയ ഒരു തളർവാദ രോഗിയുടെ പ്രശ്നം തീർന്നു. അവൻ്റെ പക്കലെത്തിയ 12 വർഷം രക്തസ്രാവം മൂലം വിഷമിച്ച് കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട അവളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. കർത്താവിലെത്തിയാൽ ഏത് പ്രശ്നം അതിയില്ലാത്ത കർത്താവിലെത്തണം. അതാണ് പ്രധാനപ്പെട്ടത്. നമുക്കാണെങ്കിൽ സാധിക്കും, കർത്താവിൽ ശിശുക്കളെ എത്തിക്കാൻ നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് അതിന് തടസ്സം നിന്നവർ. അത് കണ്ട് കോപിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. അവരെ തടയണ്ട, അവരെൻ്റെ പക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് അവർ കർത്താവിൻ്റെ പക്കൽ എത്താനുള്ള വേദി ഒരുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കും നമ്മളെ കർത്താവിൻ്റെ പക്കൽ എത്തുന്നതിന് തടസ്സമായി നിൽക്കുക? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പാപമാണ്. നമ്മൾ യെശയ്യായുടെ പുസ്തകം 59 അധ്യായം വായിച്ചാൽ അവിടെ ആദ്യ വചനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ല, നമ്മളാണ് അകന്നു പോകുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ പാപം. ദൈവം ഒരിക്കലും അകന്നു പോകുന്നില്ല. നിന്റെ പാപം നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ദൈവത്തോട് മെക്കിട്ട് കയറുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഞാൻ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് എത്തിയാൽ എൻ്റെ സകല കാര്യങ്ങളും കർത്താവിന് നടത്തിത്തരാൻ പറ്റും എന്നുള്ള ആ ഒരു ദൈവിക ജ്ഞാനമാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇതുപോലെ നമുക്ക് മറ്റു പല കാര്യങ്ങൾ വേണേ. ചിലർക്ക് സോഷ്യൽ സ്റ്റിഗ്മ, വേറെ ചിലർക്ക് ആന്തരിക മുറിവുകൾ, അങ്ങനെയുള്ള പലതും. എന്നെ അതിന് കൊള്ളാം, ഞാൻ ഒന്നിനും കൊള്ളാത്ത വിലയില്ലാത്ത വ്യക്തിയാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ മതി ദൈവത്തിലെത്താനും അങ്ങനെ ദൈവത്തിലെത്തിയവരുടെ ഒരു ജീവിതം നയിക്കാൻ. അതെല്ലാം തടസ്സമായി മാറാം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ എന്തെല്ലാം നമുക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതല്ല നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു? 50 പേര് നമ്മുടെ ചുറ്റും നിന്ന് നമ്മൾ കട്ടെടുത്തവരാന്ന് പറഞ്ഞാൽ 51-ാമത്തെ ആളത് വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷേ
50 പോയിട്ട് 500 പേര് പറഞ്ഞാലും കക്കാതെ നമ്മളാരും കട്ടെടുത്തവരുടെ ഗണത്തിൽ പെടത്തില്ല. അത് ദൈവത്തിനറിയാം. അപ്പം അതുകൊണ്ട് മനുഷ്യരുടെ വാക്കുകളിൽ ഞാൻ ആരാണ് എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ ആരാണ്, ദൈവം എന്നെ കാണുന്നത് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളാരും സ്വയം പഴിച്ചോ സ്വയം വെറുത്തോ അങ്ങനെയൊന്നും ജീവിക്കേണ്ട ഒരവസ്ഥ വരത്തില്ല. ലോകം മുഴുവൻ എന്നെ കൈവിട്ടാലും കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. സങ്കീർത്തകൻ 118 6 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ ആരെ പേടിക്കണം, കാരണം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. മറ്റാരും എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും കർത്താവ് എന്നെ മനസ്സിലാക്കി, കർത്താവ് ഉടമ്പടിയുടെ സ്നേഹം ഞാനുമായിട്ട് തുടരുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.